പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ശ്രദ്ധയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു എന്നുള്ളത്. ഇപ്പൊ സഭ എന്നാൽ എന്ത്? സഭ ആരാണ്? സഭയുടെ ഉദ്ദേശം, സഭയുടെ ലക്ഷ്യം എന്നൊക്കെ വിവിധ ചോദ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്കെതിരെ ഉയർന്നു വരുമ്പോൾ സഭയുടെ ലീഡർ ആരാണ്, പരമോന്നത അധികാരി ആരാണ് എന്നൊക്കെയുള്ള ചിന്താവിഷയങ്ങൾ പലപ്പോഴും നമ്മെ ചോദ്യചിഹ്നങ്ങളായി ഉയർത്തുമ്പോൾ ഇവിടെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 തൊട്ട് താഴോട്ട് വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ അദർശനായി ദൈവത്തിന്റെ പ്രതിരൂപവും സർവസൃഷ്ടിക്കും ആദ്യഛാദനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലത്തിലും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ, അവൻ സർവത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. അത് എന്നെ കേൾക്കുന്ന സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അത് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച് പാപത്തിന്റെ പരിഹാരം വരുത്തി, ശുദ്ധീകരണം വരുത്തി, പാപമോചനം നേടി ദൈവത്തിലേക്ക് എത്തുന്ന സകല ജനത്തെയും സഭ എന്നാണ് പറയുന്നത്. അവർ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് സഭ. സഭ എന്ന് പറയുന്നത് ഇവിടെ അല്ലേലൂയ മതം വളർത്തുവാനല്ല. സഭ എന്ന് പറയുന്നത് തീവ്രവാദികളെ വളർത്തിയെടുക്കുന്നതല്ല. സഭ എന്ന് പറയുന്നത് ഭീകരവാദികളെ വളർത്തുന്നതല്ല. സഭ എന്ന് പറയുന്നത് വർഗീയവാദികളെ വളർത്തുന്നതല്ല. സഭ എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലിന് വേണ്ടിയുള്ളതല്ല. എന്നാൽ ഭൂമിയിലെ സഭകളെല്ലാം ഈ ഒരു നിലയിലൂടെ കാണുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്നുള്ളതാണ്. സഭയെക്കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞാൽ ക്രിസ്തുവിൽ 2 നിലയിൽ നമുക്ക് ഈ വചനത്തെ പഠിക്കാൻ കഴിയും. ഒന്ന്, 2 വിധ സഭയെക്കുറിച്ച് പറയുമ്പോൾ, ഒന്ന് പ്രാദേശിക സഭ, അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ വിശ്വാസികളുടെ കൂട്ടം അവരെ പ്രാദേശിക സഭയായി കണക്കൂട്ടുന്നു. രണ്ടാമത് ആഗോള സഭ, അതായത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ കൂട്ടായ്മയെ സഭ എന്ന് പറയുന്നു. പുതിയ നിയമത്തിൽ ഈ 2 അർത്ഥത്തിനും സഭ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് വാക്യത്തിൽ നമ്മൾ നോക്കിയാലും അതിന്റെ സന്ദർഭോചിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പ്രാദേശിക സഭ എന്ന് പറയുമ്പോൾ ആ സഭയുടെ പ്രദേശത്ത് കാണപ്പെട്ട ആവിഷ്കാരമാണ് അത് പല ക്രിസ്ത്യാനികളും കരുതുന്ന പ്രാദേശിക സഭ. സഭയിലെ അംഗങ്ങളെ മുഴുവനും അധികാരം ഉൾക്കൊള്ളുന്നതാണ് ആമേൻ എന്ന് അവർ പഠിപ്പിക്കുന്നു. ഈ അഭിപ്രായം അനുസരിച്ച് ഓരോ പ്രാദേശിക സഭയും സ്വയം ഭരണാവകാശമുള്ളതും സ്വയം പര്യാപ്തമുള്ളതുമാണ് സഭ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിലയിൽ പറയുമ്പോൾ മറ്റു ക്രിസ്ത്യാനികളിൽ ബിഷപ്പിനാണ് ഏറ്റവും കൂടുതൽ പ്രാദേശികമായ അധികാരം ഉള്ളത്. അതുകൊണ്ട് വേദപുസ്തക അടിസ്ഥാനത്തിൽ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവസഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേശകന്മാർ എന്നിങ്ങനെ ഓരോരുത്തരെ നിയമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ. മറ്റൊരു ഇത് പറയുമ്പോൾ എഫേസ്യ ലേഖനം 4-10 പറയുന്ന വാക്യം വായിക്കും, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരെയും ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായി നിയമിച്ചു. അപ്പൊ സഭയുടെ ഭരണക്രമം അനുസരിച്ച് ഭൂമിയിൽ ജനം കൂടി വരുമ്പോൾ അവർക്കൊന്നിച്ച് അഭിപ്രായങ്ങൾ പങ്കുവെക്കുവാനുള്ളിടമാണ് സഭ. 4 ചുമരുകെട്ടുകൾക്കകത്ത് കൂടി വന്നത് കൊണ്ട് അത് സഭയാകുന്നില്ല. 4 ചുമരുകൾക്കകം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ അവൻ തരണം ചെയ്ത് ഓരോ ദിവസവും കഴിഞ്ഞ് അവൻ ആഴ്ചയുടെ അവസാനമായ പുതിയ ദിവസത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ അവന്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ പങ്കുവെക്കുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ദൈവവചനം കേൾക്കുവാനും ഉള്ളതാണ് ഭൂമിയിൽ നമ്മൾ കാണുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സഭകൾ എന്ന് പറയുന്നത്. 4 ചുമരുകെട്ടുകൾക്ക് സഭ. എന്നാൽ അതിൽ കൂടി വരുന്ന ഞാനും നിങ്ങളുമാണ് യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സഭ എന്ന് പറയുമ്പോൾ ആഗോളപരമായി ചിന്തിക്കുമ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് 1 കൊരിന്ത്യർ ലേഖനം 12-27 വായിച്ചു. എഫേസ്യ ലേഖനം 4-11-12 വായിച്ചു. അതിന്റെ അധികാരി സഭയുടെ പരമോന്നത അധികാരി കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സഭയിലെ അംഗങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്.
സഭയിലെ അംഗങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് വിളിക്കുന്നു, അവരെ ക്രിസ്തുവിന്റെ മന്ദിരം എന്ന് വിളിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 3:16 വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം ദൈവത്തിന്റെ മന്ദിരമാരാണ് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാപപരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ച ഹല്ലേലൂയ ഓരോരുത്തരും ദൈവത്തിന്റെ സഭയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ഈ ലോകത്തിന്റെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ ക്രിസ്തുവിന്റെ പരിപാവനമായ സഭയെന്ന അർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയോടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്നെ കേൾക്കുന്ന പ്രശ്നികത, സഭ എന്താണ്, സഭ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്ന ഒന്നാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഓരോരുത്തരും ആ സഭയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. സഭയുടെ തലവൻ ക്രിസ്തു തന്നെയാണ്. സഭയ്ക്ക് മറ്റൊരു തലവനില്ല. സഭയുടെ തലവൻ ക്രിസ്തു തന്നെയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം ഒക്കെ വായിക്കുമ്പോൾ കാണുന്നത് 2:19 വായിക്കുന്നവർ കാണുന്നുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ. അത് സഭയുടെ മൂലക്കല്ല് എന്ന് പറയുന്ന ക്രിസ്തുവേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാതെ, നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു പോകാതെ, സാത്താന്റെ ചതിയിൽ അകപ്പെട്ടു പോകാതെ ദൈവസഭ എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, വീണ്ടെടുക്കപ്പെട്ട് പാപപരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തുവിന്റെ സഭയായി ഒന്നിച്ചുകൂടി വന്ന് ക്രിസ്തു വസിക്കുന്ന നിങ്ങളുടെ ഹൃദയം പരിഭാവനമാണെങ്കിൽ മാത്രമേ കാഹളനാദത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ചേരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ഭവനമെന്നും സഭയെ വിളിക്കാമെന്ന് എഫേസ്യ ലേഖനം 2:19 വായിച്ചല്ലോ. വിശ്വാസികളെ ഒന്നിച്ചുകൂട്ടി പണിതിരിക്കുന്ന ജീവനുള്ള മന്ദിരമാണ് ദൈവത്തിന്റെ സഭ. അതിന്റെ പ്രധാന മൂലക്കല്ല് ക്രിസ്തുയേശു തന്നെയാണെന്ന് നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. പത്രോസ് സഭയെ ആത്മീയ ഗൃഹം എന്ന് വിളിക്കുന്നു. അതിലെ അംഗങ്ങൾ ജീവനുള്ള കല്ലുകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഭ എന്താണുള്ള ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് പകൽക്കാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ കൂടെ നൽകുന്ന ഒരു ഉത്തരമാണ്, സഭ ദൈവത്തിൻ്റെതാണ്. അല്ലാതെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ കൂടി വന്ന് അക്രമം സൃഷ്ടിച്ച് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നതല്ല ശ്രോതാവി സഭ എന്ന് പറയുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ച് കർത്താവിനെ സാക്ഷീകരിക്കുന്നതാണ്, വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ്, പരിഭാവനമായ ജീവിതം, പ്രത്യാശയുള്ള ജീവിതം നയിക്കുന്നതാണ് ദൈവസഭ. അതെ, ദൈവമക്കൾ ഓരോരുത്തരും ദൈവസഭയാണ്. സഭയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുക എന്നുള്ളതാണ്. സഭയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുക. സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുക, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക, ഭൂമിയുടെ ഉപ്പായി നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിന്റെ സൗരഭ്യത്തെ, രുചിയെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് സഭയുടെ ലക്ഷ്യം. ഇന്ന് നാം കാണുന്ന സഭയുടെ ചുമതലകളും സഭയുടെ പ്രവൃത്തി അല്ല സഭയെന്ന് ഉദ്ദേശിക്കുന്നത്. അവർ കർത്താവിന്റെ സാക്ഷികളായി തീരണം, വെളിച്ചമായി തീരണം, രുചി പകർത്തുന്നവരായി തീരണം. സഭകാലം അധികാരത്തിന്റെ മോഹങ്ങളിൽ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല, സഭയ്ക്കകത്ത് രക്തചൊരിച്ചിൽ ഉണ്ടാക്കുന്നതല്ല ശ്രോതാവി സഭ ദൈവത്തിൻ്റെതാണ്. ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം ക്രിസ്തുവിന്റെ ശരീരമാണ്, സഭയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേശ്വർക്ക് പിതാവേ, ഭൂമിയിലായിരിക്കുന്ന ഒരു ജനത്തെ അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമായി അവിടുത്തെ സഭയെ തെരഞ്ഞെടുത്ത് അങ്ങയുടെ വരവിനായി ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്ത് ഈ ഭൂമി ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ വിശുദ്ധ മന്ദിരമായി കർത്താവേ, അങ്ങയുടെ സാക്ഷിയായി വെളിച്ചമായി രുചി പകരുന്നവരായി അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് ഞങ്ങളെ വേർതിരിച്ച് അവിടുത്തെ സഭയാക്കിയതിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ പരമോന്നത ലീഡറായി ഞങ്ങൾ വസിക്കുന്നതിനായി സ്തോത്രം. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തിയാട്ടെ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.